ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മഴക്കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ ഒരു 1-2 മാസം കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ബെസ്റ്റ് പ്രോഫിറ്റബിൾ ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അത് സംസാരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്കത് ഒരു പ്രിപ്പയർഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു അതിന് തയ്യാറെടുക്കാനുള്ള ഒരു സമയം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ബിസിനസ് പ്ലാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. കാരണം നമ്മൾക്കെല്ലാവർക്കും അറിയാം, ഈ മഴക്കാലത്ത് ഏറ്റവും നല്ല രീതിയിൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു സംഭവമാണ് റെയിൻ കോട്ട് എന്നുള്ളത്. അത് നമുക്കറിയാലോ, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. വില കുറഞ്ഞ ഈ 100 രൂപ അല്ലെങ്കിൽ 80 രൂപ 120 രൂപ ഒക്കെ റേഞ്ചിൽ നമ്മൾ മേടിച്ചിടുന്ന ബൈക്ക് യാത്രക്കാർക്ക്, അതേപോലെ ഇപ്പോൾ ഈ മഴയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഇടുന്ന നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കോട്ട്, പല കളറിലായിട്ടുള്ള റെയിൻ കോട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ബിസിനസ് നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ എത്ര രൂപയാണ് അതിൻ്റെ പ്രോഫിറ്റും കാര്യങ്ങളും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ഇക്ബാൽ ഹുസൈൻ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഈ ഒരു ബിസിനസ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു പ്രോഫിറ്റിൻ്റെ ഒരു ഭീകരത മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ ഒരു ഫ്രണ്ട്, ഞാനിപ്പോൾ ഒരു 2 ദിവസം മുന്നേ ഞാൻ എൻ്റെ ഫ്രണ്ടിനുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ വർഷങ്ങളായിട്ട് ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു സംഭവമാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സീസണിൽ മാത്രം, ഈ ഒരു മഴ സീസണിൽ മാത്രം ഇത് പുറത്തുനിന്ന് സാധനം ഇറക്കിയിട്ട് ഇതിൻ്റെ മാനുഫാക്ചേഴ്സിൻ്റെ അടുത്തുനിന്ന് സാധനം കൊണ്ടുവന്നിട്ട് വളരെ ചീപ്പ് റേറ്റിന് ഈ സാധനം എടുത്തു കൊണ്ടുവന്നിട്ട്, നമുക്കറിയാം ഈ ഒരു സംഭവം ഈ ഒരു കോട്ട് നമ്മളെ നാട്ടിൽ കടകളിൽ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 100 രൂപ അല്ലെങ്കിൽ 120 രൂപ 140 രൂപ വരെയൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഹോൾസെയിൽ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മാനുഫാക്ചേഴ്സിൻ്റെ അടുത്തു നിന്നൊക്കെ നമ്മൾ ഇത് ബൈ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് വളരെ ചീപ്പ് റേറ്റിന് നമുക്കിത് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പ്ലസ് ഇതിൻ്റെ ഒരു എക്സ്പോർട്ടിങ് ചാർജും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ പോലും വളരെ ചീപ്പ് റേറ്റിനാണ് ഈ സാധനം നമ്മൾക്ക് ഇവിടെ നാട്ടിലെത്തുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാലോ, നാട്ടിലിപ്പം കേരളം മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മൊത്തം ഫോക്കസ് ചെയ്യാൻ ഒരു പക്ഷെ നമുക്ക് പറ്റില്ലായിരിക്കും. കാരണം അത്രയും സ്റ്റോക്ക് നമ്മൾക്ക് ബൾക്ക് സ്റ്റോക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ ആ എടുക്കുന്ന സമയത്ത് എടുക്കാൻ പോലും നല്ല ഹ്യൂജ് എമൗണ്ട് വേണ്ടി വരുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഏരിയകൾ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എത്രത്തോളം നമുക്ക് പോസിബിൾ ആകുന്നു അത്രത്തോളം നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്ര നേരത്തെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നോ, കാരണം മഴ വരുന്നതിന് മുന്നേ തന്നെ ഈ സ്റ്റോക്ക് നമ്മൾ കയ്യിൽ റെഡിയാക്കി വെച്ച് നമ്മൾ സപ്ലൈ തുടങ്ങേണ്ട ഒരു സമയത്തിൻ്റെ അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ പ്രോഫിറ്റും നമ്മുടെ വിൽപ്പനയും കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ ഈ ഒരു സംഭവം വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതൊരു വലിയൊരു ബിസിനസ്സാണ്. അപ്പോൾ അതെന്തുകൊണ്ടും അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്നുള്ളത് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വിഷയം എടുത്തിടാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഇത് മെയിനായിട്ട് നമുക്കറിയാം, നമ്മൾ ഒരു 100-120 രൂപ റേഞ്ചിലാണ് നമ്മളിത് വാങ്ങി ഇടാറുള്ളത്. നമ്മൾ കടയിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഈ ഒരു സംഭവം നമ്മൾക്കിപ്പോൾ ഈ ഒരു കോട്ട് ഒരു 100 മുതൽ 200 പീസ് വരെയൊക്കെ മേടിക്കുമ്പോൾ നമ്മൾക്ക് 45 രൂപ മുതൽ 55 രൂപ വരെ നമ്മൾക്കിതിന് ഹോൾസെയിൽ റേറ്റ് ആകുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 500 പീസൊക്കെ നമ്മൾ ഇറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 40 രൂപ മുതൽ 48 രൂപ വരെ നമുക്ക് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1000+ പീസസ് ഒക്കെ ഇറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 35 രൂപ മുതൽ നമ്മൾക്കിത് അവൈലബിൾ ആട്ടോ. അപ്പം നമുക്ക് എത്രത്തോളം കൂടുതൽ സ്റ്റോക്ക് നമ്മൾ ഇറക്കുന്നുവോ അത്രത്തോളം നമ്മൾക്കിത് പ്രൈസ് റേഞ്ച് കുറഞ്ഞ് കിട്ടും. ഓക്കെ, ഇപ്പം നമ്മൾ 1000 എന്നുള്ളത് നമുക്ക് അതിൻ്റെ അപ്പുറത്ത് മേലേക്ക് ഇറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിലും കുറഞ്ഞ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കൂടുതലായിട്ട് നമ്മൾ ഇറക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അസൽ റേറ്റ് അല്ലെങ്കിൽ ഹോൾസെയിൽ പ്രൈസ് നമുക്ക് വളരെ ചീപ്പായിട്ട് കിട്ടും എന്നുള്ളതാണ് സംഭവം. ഇനി ഇത് എവിടെ നിന്നൊക്കെയാണ് നമ്മൾക്ക് വാങ്ങാൻ കിട്ടുക എന്നുള്ളത്, ഇത് മെയിനായിട്ട് ഇതിൻ്റെ ഹോൾസെയിൽ മാനുഫാക്ചേഴ്സ് ആൻഡ് സപ്ലൈസ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒന്ന് ചെന്നൈയിൽ, അതേപോലെ തന്നെ ബാംഗ്ലൂർ, അതേപോലെ തന്നെയാണ് സൂറത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുജറാത്ത് സൂറത്ത് മാനുഫാക്ചേഴ്സ് ഉള്ള സ്ഥലമാണ്. അതേപോലെ ഇന്ത്യ മാർട്ട് നമുക്കിത് ഓൺലൈനായിട്ട് മേടിക്കാൻ പറ്റും. ട്രേഡ് ഇന്ത്യ എന്നൊക്കെ നമുക്കിത് ഓൺലൈനായിട്ട് മേടിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഡൽഹിയിൽ നമുക്ക് ഈ സാധനം അവൈലബിൾ ആണ്.
ഇപ്പം നമ്മൾ സംസാരിച്ച് നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മൾ വാങ്ങുന്നത് ഡൽഹി ബേസ് ചെയ്തിട്ടുള്ള മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിന് ഡയറക്റ്റ് നമ്മൾ മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സെല്ലിംഗ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വാങ്ങുന്നത് ഒരു 45 രൂപ റേഞ്ചിലാണ് ഇരിക്കുക. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങുന്നത് നമ്മളെ കോസ്റ്റ് എന്ന് പറയുന്നത് 45 രൂപ പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ട് പ്ലസ് പാക്കിംഗ് പ്രൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് 5 രൂപ അതും വരും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 50 രൂപ റേഞ്ച് നമുക്ക് വരും. ഓക്കെ, കോസ്റ്റ് ആയിട്ട്. അതേപോലെ തന്നെ നമുക്ക് ഇത് ഇവിടെ വിൽക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപ പ്രൈസിലാണ് നമ്മൾക്ക് വിൽക്കാം. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് 100 രൂപക്ക് വിൽക്കാം. കാരണം 120 രൂപയ്ക്കാണ് ഇത് കടയിൽ, 120 140 രൂപയ്ക്ക് കടയിൽ കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്കിത് കിട്ടുക. നമ്മൾക്ക് ഈസി ആയിട്ട് ഇത് 100 രൂപ റേഞ്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 50 രൂപ പെർ പീസിൽ നമുക്കൊരു പീസും 50 രൂപ പ്രോഫിറ്റ് കിട്ടും. നമുക്ക് ഈ ഒരു സീസൺ മാത്രമായിട്ടുള്ള ബിസിനസ്സാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ 50 രൂപ പ്രോഫിറ്റ് കിട്ടും നമുക്ക്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഇതിൽ പ്രോഫിറ്റായിട്ട് എടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇത് എങ്ങനെ വിൽക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ എവിടേക്കാണ് വിൽക്കാൻ പറ്റുക എന്നുള്ളത്. നമുക്കിത് റോഡ് സൈഡ് ബേസ് ചെയ്തുകൊണ്ട് സ്റ്റാൾ ഇട്ടിട്ട് നമുക്ക് വല്ല പയ്യന്മാരൊക്കെ നിർത്തിയിട്ട് നമ്മൾക്കിത് വിൽക്കാം. അത് നമുക്ക് ബസ് സ്റ്റാൻഡ് പരിസരം, അതേപോലെ വല്ല മാർക്കറ്റിൻ്റെ ഏരിയ അതൊക്കെ കീപ്പ് ചെയ്തിട്ട് നമുക്ക് വല്ല ഒരു പയ്യനൊക്കെ നിർത്തി കഴിഞ്ഞാൽ അവിടെ ടെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് നിർത്തി ബിസിനസ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് ബൈക്ക് യാത്രക്കാരെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു കച്ചവടം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അതേപോലെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിൽ ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്ന വലിയ വലിയ ബിൽഡിങ്ങിൻ്റെ വർക്ക് നടക്കുന്ന ഏരിയകളിലൊക്കെ ബേസ് ചെയ്തുകൊണ്ട് പണിക്കാരെ ബേസ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ പുറത്ത് നിന്ന് വർക്ക് ചെയ്യുന്ന ആളുകളെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഒരു സംഭവം നടക്കും. അതുപോലെ സ്കൂൾ ഏരിയാസ്, അതേപോലെ തന്നെ വാട്സപ്പിൽ നമ്മൾക്ക് ഗ്രൂപ്പുകൾ ബേസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ചെറിയ കടക്കാർ, റീറ്റെയിൽ ഷോപ്പുകളുണ്ടല്ലോ, അവിടെ നമ്മൾക്കൊരു 20 രൂപ കുറച്ചിട്ട് നമുക്കൊരു 80 രൂപ റേഞ്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു 100 രൂപ അല്ലെങ്കിൽ 120 രൂപ റേഞ്ചിലൊക്കെയാണ് അവർ വിൽക്കുക. അപ്പോൾ അവർക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും 40 രൂപ റേഞ്ചിൽ അവർക്ക് പ്രോഫിറ്റ് എടുക്കാൻ കഴിയുന്ന രീതിയിൽ അവരും സെല്ല് ചെയ്യും. അപ്പോൾ നമ്മൾക്കും ഒരു 20 രൂപ റേഞ്ചിൽ നമ്മൾ കുറച്ചിട്ട് ഇപ്പോൾ നമ്മൾക്ക് 50 രൂപ എന്നാലും 30 രൂപ പ്രോഫിറ്റ് എടുത്തിട്ട് നമുക്ക് ചെറിയ കടക്കാർക്ക് നമ്മൾക്ക് വിൽക്കാൻ കഴിയും. അപ്പോൾ ചെറിയ കടക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് നല്ലൊരു ബൾക്ക് ക്വാണ്ടിറ്റി നമ്മൾക്ക് കടകൾ ബേസ് ചെയ്തിട്ട് കൊണ്ട് നമുക്ക് വിൽക്കാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്കിത് എടുക്കാൻ പോകേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് അവർ കടയിലേക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾക്ക് ഇത് കടകൾ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് കൊടുക്കാൻ കഴിയും. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മളിത് സ്റ്റോക്ക് എടുക്കുന്നിടത്താണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റോക്ക് എടുക്കുന്നിടത്ത് നല്ലൊരു ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്കിത് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഈ 200 പീസ് ഒക്കെ വിറ്റ് കഴിഞ്ഞാൽ 10,000 രൂപ നമുക്ക് പ്രോഫിറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടും, പ്രോഫിറ്റായിട്ട് കിട്ടും. ഈ 200 പീസ് കൂടെ. അപ്പോൾ 1000 പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്തിച്ചാൽ മതി എത്ര രൂപയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത് മെയിനായിട്ട് നമുക്ക് ഇപ്പോൾ ഈ ഒരു മെയ് എൻഡിൽ നമുക്ക് സ്റ്റോക്ക് റെഡിയാക്കി വെക്കണം. അതേപോലെ ജൂൺ ജൂലൈയിലൊക്കെയാണത് മാക്സിമം സെയിലും കാര്യങ്ങളൊക്കെ നടക്കേണ്ടത്. ഓക്കെ, അപ്പോൾ മഴക്കാലത്തിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ്, മഴക്കാലം സീസൺ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ ബിസിനസ് നടക്കുക. അപ്പോൾ മുന്നേ തന്നെ നമ്മളിത് സ്റ്റോക്ക് റെഡിയാക്കി വെക്കണം. പിന്നെ അതേപോലെ തന്നെ മഴയുള്ള സമയങ്ങളിലൊക്കെ നമുക്കിത് റോഡ് സൈഡിലൊക്കെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ കിട്ടാം. അപ്പോൾ മഴയത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പം കിട്ടിയ വിലക്ക് അല്ലെങ്കിൽ എവിടെ നിന്നാണോ മഴ ഇപ്പം കോട്ടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് എവിടെ വെച്ചിട്ടാണോ കോട്ട് കാണുന്നത്. അപ്പോൾ ഇതേപോലെ ബൈക്ക് യാത്രക്കാരൊക്കെ കൂടുതലുള്ള ഹൈവേ സൈഡുകളൊക്കെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. ഇപ്പം പറഞ്ഞാൽ നമ്മൾ തന്നെ നിൽക്കണമെന്നില്ല. അവിടെയൊക്കെ നമുക്ക് ഓരോ സ്റ്റാൾ ഇട്ട് കൊടുത്തിട്ട് ഹൈവേയിലായാലും അല്ലെങ്കിൽ ഓരോ സെൻറ്ററിലായാലും പോയിന്റുകളിലായാലും ചെറിയ ചെറിയ സ്റ്റാളുകൾ ഇട്ട് കൊടുത്തിട്ട് അവിടെ നമുക്ക് ഒരാളെ പണിക്ക് നിർത്തി കഴിഞ്ഞാൽ പോലും നമുക്കത് നഷ്ടമായിട്ട് വരില്ല. അത്തരം പീസുകൾ നമുക്കവിടെ വിറ്റ് പോകാൻ സാധിക്കും. അപ്പോൾ നല്ല രീതിയിൽ ഈ ഒരു മഴക്കാലത്ത് എന്താ പറയുക, നല്ല രീതിയിൽ ഒരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന നല്ല സൂപ്പറായിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഈ റെയിൻകോട്ട് ബിസിനസ് എന്നുള്ളത്. ഇത് നമ്മളൊന്ന് മുന്നേ പ്ലാൻ ചെയ്ത് ഇപ്പോൾ നമ്മൾ ഈ ഒരു വിഷയം എടുത്തിടാനുള്ള കാരണം തന്നെ നമ്മളിപ്പോൾ ഒന്ന് പ്രിപ്പയർഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വരുന്ന സീസൺ അടിപൊളിയായിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല ബൾക്ക് ക്വാണ്ടിറ്റി നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ പ്രോഫിറ്റബിൾ ബിസിനസ്സിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അപ്പോൾ നിങ്ങൾ പുതിയൊരു ബിസിനസ്സിലേക്ക് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊരു പറയുന്ന പോലെ സീസണബിൾ ബിസിനസ്സാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു സീസൺ നിങ്ങൾക്ക് നല്ല മികച്ച വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ബെസ്റ്റ് ഓപ്ഷനാണ്.
അപ്പോൾ പുതിയ ഒരു ആൾക്കാരാണ്, ബിസിനസ് എന്തെങ്കിലും പ്ലാൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പറ്റിയൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.